ഹലോ നമസ്കാരം, ജംഷിയാണ് റോക്സ് നമ്മൾ ബിസിനസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കയറാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും നമ്മളെ വിളിച്ചിട്ട് ചോദിക്കലുണ്ട് മാർബിൾ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്, മാർബിളിനെ കുറിച്ച് അറിയാത്ത ഒരാൾ മാർബിൾ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ചോദ്യം നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ച് ചോദിക്കണ്ടായി. അപ്പോൾ നമ്മളതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം മെഷർമെന്റ്, അതായത് മാർബിൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഓരോ പീസും എടുത്തിട്ട് മെഷർ ചെയ്തിട്ടാണ് നമുക്ക് അത് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടാണ് ബില്ലാക്കുക. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കേസാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് അളവ് എങ്ങനെ എടുക്കാന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് സാമ്പിൾ കാണിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ മേലാണ്. ഇത് പറഞ്ഞാവൈറ്റാണ് മെറ്റീരിയലാണ്. ഇതിന് അളവ് എടുക്കുന്ന സമയത്ത് നീളം വീതിയും ചെക്ക് ചെയ്യാന്ന് മാത്രമല്ല നമുക്ക് ഒരിക്കലും മാർബിളിന്റെ അളവിൽ വരുന്നത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ 52 ഇഞ്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നോക്കണം, രണ്ട് സൈഡ് നമുക്ക് അളവ് നോക്കണം. 52 ഇഞ്ച് ഇതാണ്ടില്ല, 51 ഇഞ്ചാണ്, 51.25 ഇഞ്ച് ഇതിന്റെ ഹൈറ്റ് വരുന്നുള്ളൂ. അവിടെ എനിക്ക് 52 ഇഞ്ച് കിട്ടി. അതേപോലെ തന്നെ സെൻറ്ററും ചെക്ക് ചെയ്യുക. കുറച്ച് നീളമുള്ള സ്ലാബൊക്കെ ആണെങ്കിൽ സെൻറ്റർ ചെക്ക് ചെയ്യണത് നന്നാവും. അപ്പോൾ ഇത് കണ്ടില്ലേ, 51.5 ഇഞ്ചാണ് നമുക്ക് സെൻറ്റർ വരുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് എവിടെയാണോ, ഇപ്പോൾ ഇതിവിടെയാണ് നമുക്ക് ഏറ്റവും കുറവ് അളന്ന് കിട്ടിയത് 51 ഇഞ്ച്. അപ്പോൾ അതിൽ 1 ഇഞ്ച് കുറച്ചിട്ട് 50 ഇഞ്ചേ നമ്മുടെ മെഷർമെന്റിൽ വരാൻ പാടുള്ളൂ. 1 ഇഞ്ച് നമ്മൾ കട്ടിങ്ങിന് വേണ്ടിയിട്ട് സ്പേസ് നമ്മൾ ഒഴിവാക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിന് നീളം പിടിക്കുന്ന സമയത്ത് ഇതേ സിസ്റ്റം നമ്മൾ വീതി ആവുന്ന അതേ സിസ്റ്റത്തിൽ തന്നെ ഇവിടെ നമ്മൾ പിടിക്കുന്ന സമയത്ത് 82.5 ഇഞ്ച് ഇതിന്റെ നീളം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് താഴ്ഭാഗം പിടിച്ചു നോക്കാം, 80 ഇഞ്ചാണ് നീളം വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യും, 2 ഇഞ്ചിന്റെ അളവ് അവിടെയൊക്കെ കുറവ് വന്നിട്ടുണ്ട്. മുകളിലത്തെ അളവിനെ അപേക്ഷിച്ചിട്ട് താഴത്തേക്ക് നമുക്ക് 2 ഇഞ്ചിന്റെ അളവ് കുറവ് വന്നിട്ടുണ്ട്. 80 ഇഞ്ച് അളവ് ലെങ്ത് വരുന്ന സമയത്ത് നമുക്ക് 1 ഇഞ്ച് വിട്ടിട്ട് 79 ഇഞ്ച് മാത്രമേ നമ്മൾ മെഷർമെന്റിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അങ്ങനെ ഓരോ പീസും, അതായത് ഒരു പീസ് എന്നല്ല, ഓരോ പീസും നമുക്കിപ്പോൾ 100 പീസാണ് നമ്മൾ വീടിന് വേണ്ടത്. ആ 100 പീസും അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെയാണ് ഇതിന്റെ മെഷർമെന്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഈ പേജിൽ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, കാണാം അടുത്ത വീഡിയോയിൽ.